നക്ഷത്ര രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വരുന്ന. പൂർവ്വജന്മത്തിലെ രോഗദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. ഒരു വക്കീലിൻ്റെ ഞാനൊരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ക്രിമിനൽസ് വളരുന്നല്ലോ, വളരട്ടെ, നമുക്ക് വീടും വയ്ക്ക് പിള്ളേരെയൊക്കെ വളർത്തണ്ടേ എന്ന്. അതിൽ അദ്ദേഹത്തിൻ്റെ 4 മക്കളിൽ 2 പേര് ആ ക്രിമിനൽ സ്വഭാവമുള്ളവരായിട്ട് മാറുന്നു. നമസ്കാരം. നമ്മളെ ദുഃഖത്തിലാഴ്ത്തുന്ന വാർത്തകളാണ് ചുറ്റും നടക്കുന്നത്. കണ്ടില്ലേ, 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവളെ ആ വൃദ്ധൻ ഉപദ്രവിച്ചതായിട്ട് പറയപ്പെടുന്നു. അവളുടെ കൂടെയുള്ള 3 കൂട്ടുകാരെയും കൂടെ ചേർത്തുകൊണ്ട് ഒരാളെ കൊല്ലുന്നതിന് മുമ്പ് അവൾക്കും മയക്കുമരുന്ന് കൊടുത്തു, അവരും മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. കുട്ടികളെ എങ്ങനെയാണ് സ്കൂളിൽ വിടുക? എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ ഒരു ടീച്ചർ വിളിച്ചു പറഞ്ഞു, സ്വാമി, എനിക്ക് 150 കുട്ടികൾ എൻ്റെ ക്ലാസ്സിലുണ്ട്, എനിക്ക് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ബാഗ് പരിശോധിക്കണം, അവരുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടോ എന്ന് പരിശോധിക്കണം, അവരുടെ വീട്ടിൽ കാര്യങ്ങൾ അറിയിക്കണം എന്നൊക്കെ. വീട്ടിലെ ചുമതലകൾ നിറവേറ്റി ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കാര്യം നിറവേറ്റിക്കൊണ്ട് സ്കൂളിലേക്ക് ചെന്ന് സ്കൂളിലെ പഠിപ്പേര് മാത്രമല്ലാതെ കുട്ടികളുടെ സ്വഭാവത്തിനുണ്ടാകുന്ന വൈകല്യങ്ങൾ കൂടെ മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സ്വാമി? നടു നിവർത്തി നിൽക്കാൻ വയ്യ. വൈകുന്നേരം വീട്ടിൽ വന്നാൽ തൊണ്ടയിൽ ഒരു തുള്ളി വെള്ളം കാണില്ല, ശബ്ദം പുറത്തു വരില്ല. ഇതാണ് ഈ അതിഭീകരമായ ഒരവസ്ഥ. പാശ്ചാത്യ രാജ്യങ്ങളിൽ കുട്ടിക്കാലത്ത് മുതൽ കണ്ടുവരുന്ന ലഹരി ഉപയോഗവും അതിർത്തി വരമ്പുകളില്ലാത്ത ചില ജീവിത രീതികളും കേരളത്തിലല്ല, ഇന്ത്യയിലുടനീളം പടർന്നു പിടിച്ചിട്ട് അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ടോ എന്ന് നമുക്കറിയില്ല. കുട്ടികൾ സർവനാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 13 വയസ്സുള്ള പെൺകുട്ടി. അവളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അച്ഛൻ നേരത്തെ ഉപേക്ഷിച്ചു പോയി, അമ്മ വിദേശത്താണ്, സ്നേഹിക്കാൻ ആരുമില്ലാത്ത ജീവിച്ചതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ. അവൾ ഇങ്ങനെ കൈകെട്ടിയാണ് റോഡിലൂടെ നടക്കാറുള്ളതെന്നും അധികം ആരോടും സംസാരിക്കാറില്ല എന്നും മുഖത്ത് നോക്കാറില്ല എന്നും ഒക്കെ പറയപ്പെടുന്നു. ഈ വൃദ്ധൻ അവളെ ഉപദ്രവിച്ചതായിട്ട് പറയപ്പെടുന്നു. അതിൻ്റെ പകയും ഒക്കെ ഉണ്ടാകാം. എന്തായാലും ഒരു ബുദ്ധിമതിയായ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു കുട്ടിയെ സമൂഹം വാർത്തെടുത്തിരിക്കുന്നു. അവൾ ലഹരി ഉപയോഗിച്ചിരിക്കുന്നു, മദ്യപിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് വാർത്ത. പോലീസ് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ചാനലുകളിൽ വന്ന വാർത്തയാണ്. നമ്മളെ എന്തുമാത്രം വേദനിപ്പിക്കുന്നു. സത്യം പറഞ്ഞാൽ നോവലുകളും കഥകളും എഴുതുന്ന എന്നെപ്പോലുള്ളവർക്ക് ഒരു പെൺകുട്ടിയെക്കുറിച്ച് എങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ സമൂഹത്തിന് ഇഷ്ടപ്പെടാവുന്ന വിധത്തിലുള്ള കഥകൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത തരത്തിൽ പകച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ അവസ്ഥ. എങ്ങനെയാണ് പണ്ട് കാലത്തുള്ള, ഇപ്പം ഞാൻ മനോരമയിലും മംഗളത്തിലും കേരള ശബ്ദത്തിലും കേരള കൗമുദിയിലും ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അന്നത്തെ കാലത്ത് വീക്കിലികൾ ഇറങ്ങാൻ ആൾക്കാർ കാത്തിരിക്കും. അനന്തഭദ്രമൊക്കെ വരുന്ന കാലത്ത് അനന്തഭദ്രത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ ആ നോവൽ അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം എനിക്കറിയാം. അവിടെ നിന്നൊക്കെ മാറി വീക്കിലികളൊക്കെ അന്യം വന്നു പോയി. ഇപ്പോൾ പുതിയ ആൾക്കാർ വായന ഇല്ലല്ലോ. എൻ്റെ പുസ്തകങ്ങളൊക്കെ വിറ്റുപോകുന്നത് അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എനിക്കും ടീച്ചറിനും ജീവിക്കാനായിട്ട് ദൈവം തന്നിട്ടുള്ള എന്തോ ഒരു കരുണ, ഒരു ദയയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ പുസ്തകങ്ങൾ എങ്ങനെയോ വിറ്റുപോകുന്ന ഈ 52 പുസ്തകങ്ങൾ, 52 ആയില്ല, 52ാമത്തതാകുന്നതേ ഉള്ളൂ. അതൊക്കെ റീപ്രിൻ്റൊക്കെ ആയിട്ട് വിറ്റുപോകുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ സുനിൽ പരമേശ്വരൻ ഈ ഭൂമിയിൽ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ച് ദൈവം തന്നതിൻ്റെ ഒരു ദൈവകൃപ കൊണ്ടാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. പുസ്തകത്തിൻ്റെ വരുമാനം മാത്രമായിട്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരാളെ എന്നത് സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ദൈവത്തിൻ്റെ, നമ്മൾ എത്ര സ്തുതിച്ചാലും മനസ്സിലാവില്ല. അക്ഷരങ്ങൾക്ക് ക്ഷാമമില്ലാതെ, ചിന്തകൾക്ക് ക്ഷാമമില്ലാതെ, അല്ലെങ്കിൽ എഴുതാനുള്ള ഊർജം നമ്മുടെ ബോധത്തിൽ ഉണ്ടാകുന്നിടത്തോളം കാലം എഴുതാനും അത് വായിക്കാനും ജനമുണ്ടാകുന്നത് ഒരു വലിയ കാര്യമാണ്. അവിടെയാണ് എന്നിലെ ഒരു എഴുത്തുകാരൻ പകച്ചു നിൽക്കുന്നത്. എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെക്കുറിച്ച് എഴുതുക? ലഹരി പദാർത്ഥം, രാസലഹരി ഉപയോഗിക്കുന്ന, ഗന്ധം കൊണ്ടും മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്ന ലഹരി ഉപയോഗിക്കുന്ന പെൺകുട്ടിയെക്കുറിച്ച് എഴുതണോ? അതാ നാണം കുണുങ്ങിയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ഒരു ആൺകുട്ടിയെ മുഖത്ത് നോക്കിയാൽ ലജ്ജയോടുകൂടി കുനിയുന്ന പെൺകുട്ടിയെക്കുറിച്ച് എഴുതണമോ? അതോ ജീൻസും പാൻറ്റും ഇട്ട് സ്കൂട്ടറുകളിൽ പായുമ്പോൾ എടാ എന്ന് വിളിച്ചാൽ ഇറങ്ങി വന്ന് അവൻ്റെ നെഞ്ചത്ത് നോക്കിയിട്ട് കരേട്ട കാണിക്കുന്ന പെൺകുട്ടിയെക്കുറിച്ച് എഴുതണോ? എന്തിനെക്കുറിച്ചാണ് എഴുതേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്.
അപ്പോഴാണ് ഒരു കുട്ടി എന്നെ വിളിച്ചത്. കുട്ടിയല്ല വിളിച്ചത്, അധ്യാപികയാണ് വിളിച്ചത്. ഞാനൊരു കുട്ടിക്ക് കൊടുക്കാം, സ്വാമിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് അത്ഭുതം തോന്നി. 14 വയസ്സുള്ള ഒരു കുട്ടി എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് മോനെ എന്ന് ചോദിക്കുമ്പോൾ, അങ്കിൾ, ഞാൻ അങ്കിളിൻ്റെ ഒരു വീഡിയോ യാദൃച്ഛികമായിട്ട് കണ്ടു. ഞാൻ പറഞ്ഞു, എന്താണ് മോനെ? അപ്പം കുട്ടി പറയുന്നത്, എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതാണ്. അതിൻ്റെ മോനെന്താ പ്രശ്നം? പക്ഷേ അവൻ ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം പറഞ്ഞു, ടീച്ചറെ, ഞാൻ അങ്കിളിനോട് ഇത് പറഞ്ഞോട്ടെ? പറയൂ. എന്നോട് നീ പറയുന്നത്, അവൻ്റെ പേര് പറഞ്ഞിട്ട് എനിക്ക് അതിനൊരു ഉത്തരം പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അങ്കിളിനെ, സ്വാമി അങ്കിളിനെ വിളിച്ചെന്നത്. സംസാരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറയുന്നതാണ്, അച്ഛനും അമ്മയും തമ്മിൽ അതിഭീകരമായ വഴക്കാണ്. 2 പേരും വിദ്യാസമ്പന്നരായി. അമ്മയ്ക്ക് ജോലിയുണ്ട്, അച്ഛനും ജോലിയുണ്ട്. അച്ഛൻ ടെക്നോ പാർക്ക് പോലുള്ള ഒരു വലിയ IT കമ്പനിയിലെ വലിയ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് അത് വന്നു കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിലാണ്. അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ ബാങ്കിലെങ്ങാണ്ടാണ് ജോലി. പിന്നെ സഹോദരിയോ അനിയത്തിയോ ഒക്കെ ഉണ്ട്, എന്തൊക്കെ ഉണ്ട്. എന്തായാലും ഇവർ തമ്മിൽ മാനസികമായി പെടാത്തത് കൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള അതിഭീകരമായ വഴക്ക്, കുട്ടികളിൽ ഉണ്ടാക്കുന്ന വ്യതിയാനം, അതിനെക്കുറിച്ചാണ് കുട്ടി പറഞ്ഞത്. എനിക്ക് അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് തീരാൻ എന്താണ് സ്വാമി മാർഗം എന്ന് 14 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടി ക്ലാസ്സിൽ ഏറ്റവും മിടുക്കനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയും പിന്നെ പഠിത്തത്തിൽ ഒന്നുമില്ലാതെ പേപ്പറിൽ വട്ടപൂജ്യം എഴുതി വയ്ക്കുമ്പോൾ മിടുക്കനായ ഒരു കുട്ടി എന്തുകൊണ്ടാണ് പഠിക്കാത്തതെന്ന് ടീച്ചറിന് മനസ്സിലായപ്പോൾ അവൻ ടീച്ചറിനോട് പറഞ്ഞത്, എൻ്റെ വീഡിയോ ടീച്ചർ കണ്ടതിന് ശേഷമാണ് അവനെ കാണിച്ചു കൊടുത്തത്. ഇങ്ങനെ ഒരു സ്വാമിയുണ്ട്, നമുക്കൊന്ന് വിളിച്ച് ചോദിക്കാം. സത്യം പറഞ്ഞാൽ അതിദയനീയം. ഞാൻ പല കുട്ടികളെയും ഓർത്തുപോയി. ഈ കുട്ടിയൊക്കെ എങ്ങനെയാണ് വളരുക? കുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ച 2 പേർ, പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച് 2 പേർ കുട്ടികളെ സൃഷ്ടിക്കുന്നു, കുട്ടികളെ വളർത്താൻ ശ്രമിക്കുന്നു. യാന്ത്രികമായി കുട്ടികൾ വളരുന്നു. കുട്ടികൾ ജനിച്ച ഒരു ഘട്ടം കഴിയുമ്പോൾ 2 പേരും അവരുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന, ഇല്ലെങ്കിൽ പൂർവ്വജന്മാർജിതമായിട്ടുള്ള അവരുടെ സ്വഭാവം ഉടലെടുക്കുന്നു. മിക്കവാറും നല്ല ശതമാനവും പൂർവ്വജന്മത്തിലെ ശത്രുക്കളാണ് പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത്. പ്രണയിച്ച് വിവാഹം കഴിച്ചതിൻ്റെ നല്ല ശതമാനവും പൂർവ്വജന്മ ശത്രുക്കളാണ്. ഞാൻ അവരോടൊക്കെ പറയും, പ്രണയിച്ച് എൻ്റെ അടുത്ത് ചോദിക്കരുത്, ഞാൻ ജാതകം നോക്കി ഉത്തമമായി പറയും, പൂർവ്വജന്മവും നോക്കി പറയാം. ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, പല കല്യാണങ്ങളും ഞാൻ കെട്ടരുത്, ഞാൻ വിവാഹം കഴിക്കരുത്, നിങ്ങൾക്ക് വലിയ വിഷയങ്ങളുണ്ടാകും എന്ന് പറഞ്ഞിട്ട് അവർ എൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കണം എന്നില്ല. ഞാനെന്താണ് താടിയും വളർത്തി ഒരു സ്വാമി അവിടെ ഇരുന്ന് പറയുന്നത് എന്താ പ്രയോജനം? എൻ്റെ തീഷ്ണമായ പ്രണയത്തിൻ്റെ മുമ്പിൽ, തീഷ്ണമായ ഇഷ്ടങ്ങൾക്ക് മുമ്പിൽ സ്വാമിയുടെ വാക്കുകൾക്ക് എന്താണ് പ്രസക്തി? പക്ഷേ ഗ്രഹനിലകളല്ല പൂർവ്വജന്മത്തിലെ ശത്രുവാണ് 99%, 99.9 കല്യാണങ്ങളും പ്രണയിച്ച വിവാഹത്തിൻ്റെ അവസ്ഥ. വിവാഹത്തിന് ശേഷം ഗ്രഹനിലകളെ നോക്കി പൊരുത്തപ്പെടാത്ത എന്ന് ചോദിച്ചാൽ പറയും, എന്നാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരും ജാതകം നോക്കാതെ ഉത്തമമായിട്ട് ജീവിക്കുന്നില്ലേ എന്ന്. അവരുടെ ജാതകം നിങ്ങളെടുത്ത് നോക്കിയോളൂ, മധ്യമത്തിലെങ്കിലും കാണും. അധമത്തിൽ കാണാൻ 100% പിരിഞ്ഞിരിക്കും, 100%. ഞാൻ എൻ്റെ പഠനം കൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്ക് ജ്യോതിഷമെന്ന് പറഞ്ഞുകൂടാ, പക്ഷേ പൂർവ്വജന്മം എനിക്ക് തെറ്റില്ല. ഒരാൾക്കത അപകടം സംഭവിക്കൂ എന്ന് പറഞ്ഞാൽ അപകടം സംഭവിക്കും. ഞാൻ ഇന്നലെ മുറിപ്പാലത്തടി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ ഇരുന്നപ്പോൾ അവിടെ ഒരു ഭാര്യയും ഭർത്താവും മകളുമായിട്ട് വന്നു. അവരുടെ ഞാനേതോ നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കാലുകൾക്ക് ദോഷമാണ്, കാലുകൾ ശ്രദ്ധിക്കണം, കാലുകൾക്ക് ദോഷമുണ്ടാകുന്ന, കാലുകൾക്ക് ഒടിവോ ചതവോ ഉണ്ടാകുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞത്രേ. എന്തായാലും ഒടിവിന് ശേഷമാണ് അവരെൻ്റെ വീഡിയോ കാണുന്നത്. അവരിന്നലെ അവിടെ എന്നെ കാണാൻ വന്നിരുന്നു കാലിന് ദോഷമായിട്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ആൾക്കാർക്ക്, നമ്മുടെ പ്രേക്ഷകർക്ക് ദോഷം വരാതിരിക്കാനും ദുരിതങ്ങളിൽ പെട്ടുപോയാൽ, ഇപ്പോൾ നമ്മുടെ കാലിനൊരു കുഴപ്പമില്ല, ഒടിഞ്ഞു പോയാൽ പിന്നെ വരുന്ന ദുരിതമൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ക്ഷതമേറ്റാൽ ആ ക്ഷതത്തിനുണ്ടാകുന്ന ട്രീറ്റ്മെൻറ്റ്, നമ്മുടെ വേദന, നമ്മുടെ അനുഭവങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഊർജം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അല്ലേ? രോഗം എപ്പോഴാണ് ഈശ്വരൻ തരുന്നത് നമുക്കറിയാൻ പറ്റുമോ? നമ്മൾ അച്ഛനമ്മമാരെ നോക്കി, മുത്തശ്ശിമാരെ നോക്കി, സന്താന പരമ്പരകളെ നോക്കി, അനിയ സഹോദരങ്ങളെ നോക്കി. പക്ഷേ രോഗമെന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്, രോഗാവസ്ഥ. അത് പൂർവ്വജന്മങ്ങളിൽ നിന്ന് നമ്മളിൽ വരുന്നതും നമ്മുടെ പിതൃക്കളിൽ നിന്ന് നമ്മളിലേക്ക് വന്നു ചേരുന്നതുമാണ്. അത് കൃത്യസമയത്ത് നമ്മളിൽ വന്നു ചേരും. വന്നു ചേർന്ന് നമ്മളൊരു തെറ്റും ഈ കാലത്ത് ചെയ്തിട്ടില്ലോ. എത്രയോ നല്ല മനുഷ്യർ, ഒരു തെറ്റും ചെയ്യാത്തൊരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവരെ, മാതാപിതാക്കളെ നല്ലവണ്ണം നോക്കിയത്, മറ്റ് സഹോദരങ്ങളും നോക്കാതിരുന്നിട്ടും അച്ഛനമ്മമാരെ പൊന്നുപോലെ നോക്കിയവർക്ക് പോലും മഹാരോഗങ്ങൾ വരുന്നു. അവരെ ഒന്നിലേക്ക് സ്വയം ഉള്ളിലേക്ക് ഒതുങ്ങിക്കൂടുന്നവർ എത്രയോ നല്ല മനുഷ്യർ.
എനിക്ക് സഹോദര തുല്യമായി കാണുന്ന എത്രയോ പേർ. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടാണ്? അവരുടെ പൂർവ്വജന്മത്തിൽ എന്തുകൊണ്ടാണ് ഇന്ന കുടുംബത്തിൽ വന്ന് ജനിച്ചത്, ആ പൂർവ്വജന്മ ദോഷം മുറിച്ച് കളയണം. നമ്മുടെ മരുന്നുകൾ ഭരിക്കണം. ഇവിടെ പലതും പൂർവ്വജന്മതും പൂർവികമായിട്ടുള്ളതും പിതൃക്കളുടെ ദോഷം ഉണ്ടെങ്കിൽ മരുന്നിന് ഫലം ചെയ്യില്ല, ഒരിക്കലും ഫലം ചെയ്യില്ല. പിതൃക്കളെ ക്ഷയിച്ച് നിന്നാൽ, ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരാൾ ഏറ്റവും മോശം വെന്റിലേറ്ററിലിരുന്ന ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, വെന്റിലേറ്ററിലാണ് സ്വാമി. വെന്റിലേറ്ററിൽ കയറ്റുന്ന ഒരുമാതിരിപ്പെട്ടതൊന്നും ഒരു നല്ല ശതമാനവും പിന്നെ തിരിച്ചു വരില്ല. കാരണം അവർക്ക് പണം ഉണ്ടാക്കാനായിട്ടാണ് ഒരു വെന്റിലേറ്ററിലോട്ട് എടുത്ത് വയ്ക്കുന്നത്. ചെറിയ ശതമാനം, എല്ലാ ആശുപത്രികളും അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ഒരു ചെറിയ ശതമാനം ആൾക്കാർ അങ്ങനെ ചെയ്യും. ഈ എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി പറഞ്ഞതാണ്, അവർ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നു, ആശുപത്രിയിൽ ചുമതല ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരു തീരെ നിവർത്തിയില്ലാതായി, പൈസ അടയ്ക്കാൻ നിവർത്തിയില്ലാതായി, വെന്റിലേറ്റർ വെച്ച് മരിച്ചു. രോഗി മരിച്ചപ്പോൾ നിവർത്തിയില്ല ബോഡി വിട്ടുകൊടുക്കാൻ. ഈ പെൺകുട്ടി അവളൊരു സാധാരണ പെൺകുട്ടിയാണ്. അവൾ ആ മനുഷ്യത്വം വിചാരിച്ച് ആ ബോഡി വിട്ടുകൊടുത്തു അവളുടെ ഉത്തരവാദിത്വത്തിൽ. അവരാ ശമ്പളം പിടിച്ചു. ശമ്പളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ലക്ഷക്കണക്കിന് വരുമാനമുള്ള ആശുപത്രി പിന്നെ പൂട്ടിപ്പോയി. ആ പെൺകുട്ടി ജോലി മതിയാക്കി. ആലോചിച്ച് നോക്കൂ, അത്ര മനുഷ്യത്വമില്ലാത്തവർ, മൃഗതുല്യരായിട്ടുള്ള ആൾക്കാർ ആശുപത്രികൾ നടത്തുന്നുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ആശുപത്രി നടത്തുന്ന ആളിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ? ഇപ്പോൾ ഇത്തിരി മോശമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? രോഗികളില്ല എന്നുള്ളതാണ്. അപ്പം രോഗികൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഡോക്ടർമാരും, രോഗികളെ കൊണ്ട് നിറഞ്ഞാൽ മാത്രമേ തനിക്ക് ധനമുണ്ടാകൂ എന്ന് വിചാരിക്കുന്ന കാശ് മുടക്കുന്ന മുതലാളിമാരുടെ ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. രോഗം ഉണ്ടാകരുത് ഈശ്വര, രോഗം വന്നാൽ നമുക്ക് സഹിക്കുന്ന രോഗമാണ് എന്നല്ലേ നമുക്ക് പറയേണ്ടത്. അപ്പം ആശുപത്രികളെല്ലാം തന്നെ രോഗികളെ കൊണ്ട് നിറയട്ടെ. വക്കീലന്മാർ പറയുന്നത്, ഒരു വക്കീൽ വരട്ടെ, കൊല്ലട്ടെ, ക്രിമിനൽ സ്വഭാവമുള്ളവർ വളരട്ടെ സമൂഹത്തിൽ. ഈ അടുത്ത കാലത്ത്, ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ പറഞ്ഞ ഒരു വക്കീലിൻ്റെ, ഞാനൊരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ പിന്നെ ഈ ക്രിമിനൽസ് വളരുന്നല്ലോ, വളരട്ടെ, നമുക്ക് വീടും വയ്ക്ക് പിള്ളേരെയൊക്കെ വളർത്തണ്ടേ എന്ന്. അതിൽ അദ്ദേഹത്തിൻ്റെ 4 മക്കളിൽ 2 പേര് ആ ക്രിമിനൽ സ്വഭാവമുള്ളവരായിട്ട് മാറുന്നു. വിദ്യാഭ്യാസം പൂർണ്ണമാക്കാതെ ക്രിമിനൽ സ്വഭാവമുള്ള ആളായിട്ട് മാറുന്നു. അപ്പം കണ്ടില്ലേ, മനസ്സ്, നമ്മൾ ദൈവം, ഞാൻ എപ്പോഴും പറയുന്ന കാലചക്രം പോലെ ഇങ്ങനെ കറക്കും. നമുക്ക് നന്മയുള്ള മനസ്സ് വേണം, മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള മനസ്സ് വേണം, അസൂയയില്ലാത്ത മനസ്സ് വേണം, പകയില്ലാത്ത മനസ്സ് വേണം. ഇതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു ശ്വാസം, മുകളിലേക്ക് പോകുന്ന ശ്വാസം താഴേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ജീവിച്ചിരിക്കുന്നു എന്നുള്ള ബോധം ഉണ്ടാവുള്ളൂ. നമുക്ക് ആ ബോധത്തെക്കുറിച്ച് അറിയില്ല. നമ്മളെപ്പോഴാണ് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതെന്ന് ഈശ്വരന് മാത്രമേ അറിയാവുള്ളൂ. ഇവിടെ ഈശ്വരനുമില്ല. ഇന്നലെ രാവിലെ ഒരു ഭാര്യ വിളിച്ചു എൻ്റെ അടുത്ത്. അവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു. ഞാനെല്ലാം കേട്ടു, എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. ആര്യവാമഴി എന്ന് ഞാൻ നോവലിൻ്റെ അവസാനത്തെ അധ്യായം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രാവശ്യം ഫോൺ അടിച്ചപ്പോൾ ഞാൻ എടുത്തപ്പം അവരുടെ സ്വാമി ഫോൺ വെക്കല്ലേ, ഒന്ന് പറയണേ. അപ്പോൾ അവരുടെ ആ ദുരിതങ്ങളെക്കുറിച്ചെല്ലാം ഞാനിങ്ങനെ ഫോണിൽ കേട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഞാൻ നാളെയും കൂടെ മുറിപ്പാലത്തടി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിലുണ്ട്. 2-ാം തീയതി മുതൽ ഞാനില്ല, വിദേശത്താണ്. അതുകൊണ്ട് ഒന്ന് വരൂ. ഞാനവിടെ 15 പേരെ നോക്കുന്നുള്ളൂ, 17 പേരായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് കേട്ടപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. മകളുടെ ഒരു വിഷയമാണ്, മകള് വളർത്തിക്കൊണ്ടുവന്നു, മകൾക്ക് ഒരാളുമായിട്ട് പ്രണയമാണ്. അവളെ ഇത്രയും കാലം കല്യാണം വേണ്ടാന്ന് പറഞ്ഞു, ജോലി കിട്ടിയിട്ട് മതിയെന്ന് പറഞ്ഞു. ഇപ്പോൾ അവൾ ഒരു താൽക്കാലിക ജോലി കിട്ടിയപ്പോൾ വിവാഹം കഴിക്കാനൊരു പ്രപ്പോസൽ വന്നപ്പോൾ അവൾ പറയുന്നു, എനിക്ക് ഒരു തരമായിട്ട് പിന്നെ ഞാൻ വേറെ വിവാഹം കഴിക്കത്തില്ല, നിങ്ങളങ്ങ് കഴിച്ചോളാൻ അമ്മയെടുത്ത് പറഞ്ഞു തന്നു. അവർ പൊട്ടിക്കരയുവാണ്. ഒരു മകൾ പറയുവാണ്. ഞാൻ പറഞ്ഞു, ലഹരി വല്ലത് ഉപയോഗിക്കൂ? അയ്യോ, അതൊന്നും അറിഞ്ഞൂടാ സ്വാമി ഇന്നത്തെ കാലത്ത്. ഭർത്താവിനോട് പറഞ്ഞപ്പം ആ ഭർത്താവ് പറഞ്ഞതാണ്, എനിക്ക് ഈശ്വരനില്ല, എനിക്ക് നീ 24 മണിക്കൂറും ദൈവത്തിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും, അമ്പലമായിട്ട് നടക്കുന്നവളല്ലേ, എനിക്ക് ഈശ്വരനും ഇല്ല, നീയും ഇല്ല, മകളുമില്ല. ഞാൻ പണം തരും, വേണമെങ്കിൽ ഭക്ഷണം കഴിക്കുക, ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട്, വേണമെങ്കിൽ ഇവിടെ കടന്നോളുക, എനിക്കറിയണ്ട. അപ്പോൾ ആ കല്യാണം നടത്തിയില്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറയണത്. ചത്താലെടുത്ത് കുഴിച്ചിടും എന്ന് ഭർത്താവ് പറയുന്നു. ഒരു മകളെ ഉള്ളൂ സ്വാമി. ആലോചിച്ച് നോക്കൂ, ഒരു മകളെ ഉള്ളൂ സ്വാമി. ഞാൻ ചോദിച്ചാൽ, നിങ്ങളെന്നാ ഒരു കാര്യം ചെയ്യും, അവൾ ഇഷ്ടപ്പെട്ട പുരുഷനാ കല്യാണവും കഴിച്ചു കൊടുത്തുവിട്. സ്വാമി, ഒരു തരത്തിലും പറ്റൂല. ഞാൻ ഏത് തരത്തിൽ പറ്റൂല? ഒന്ന്, ഞങ്ങളുടെ ജാതിയല്ല. എന്ത് ജാതി എന്ന് ഞാൻ ചോദിച്ചു. ജാതിയിൽ കൂടിയവനും കുറഞ്ഞവനും ഉണ്ടോ? ഇപ്പം നമ്മുടെ സമുദായങ്ങളിനകത്തോട്ട് അമ്പലത്തിൽ തിരുമേനിമാരെ തൊടാൻ പാടില്ല, അങ്ങോട്ട് ദൂരെ പൈസ ഇങ്ങനെ ഇട്ട് കൊടുക്കണം, അവരെടുത്തോളും, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം, അവരെടുത്തോളും, അവരെ തൊടാൻ പാടില്ല അല്ലേ? ഒരു വലിയ തിരുമേനിമാരാണ്. നമ്മൾ തിരുമേനിയല്ല, നമ്മൾ നായരായിപ്പോയി. ഇപ്പം എന്ത് ചെയ്യാനാണ്? നമ്മളെ തൊട്ടാണ്ട് ഒരു കുഴപ്പമില്ല. എൻ്റെ കാന്തല്ലൂരിലെ സകല വിഗ്രഹങ്ങളിൽ കെട്ടിപ്പിടിക്കാനും എനിക്കൊരു കുഴപ്പമില്ല. അതിൻ്റെ മുമ്പിൽ ഒരു കുടം പോലും കൊണ്ടുപോകാൻ പറ്റില്ല, നിങ്ങൾ തന്നെ തെറിച്ചു പോകും. ആർക്ക് വേണമെങ്കിലും വന്ന് നോക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആ ലോകത്താണ് നമുക്ക് ജാതിയും മതവും ഒന്നുമില്ല. മനുഷ്യരും മൃഗങ്ങളും എല്ലാം തന്നെ. എത്രയോ നല്ല മൃഗങ്ങൾ, നായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ കാണിക്കുന്ന നന്ദി,
പൂച്ചകൾക്ക് ആഹാരം കൊടുത്താൽ അവർ കാണിക്കുന്ന നന്ദി കരഞ്ഞുകൊണ്ട് നല്ല ഇതൊക്കെ ഉള്ളതല്ലേ. പക്ഷെ മനുഷ്യൻ കാണിക്കുന്നത്, നമ്മൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ ഇത്രയും ദുരിതം അനുഭവിക്കുന്നതല്ലേ. നിങ്ങൾ ഉത്തമ ജാതിയിൽ നിന്ന്, നിങ്ങളുടെ ജാതിയിൽ നിന്ന് തന്നെ വിവാഹം കഴിച്ചില്ലേ. അത് അച്ഛൻ പറഞ്ഞ കല്യാണം ഞാൻ കഴിക്കുമായിരുന്നു സ്വാമി. എന്നിട്ട് അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ മരിച്ചുപോയി, കല്യാണം കഴിച്ചു. സ്നേഹിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും അയാൾ സ്നേഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ എത്രയോ കാലമായി 2 കട്ടിലാണ് കിടക്കുന്നത്. തന്നെ സ്വാമി, ഞാൻ മകൾക്ക് വേണ്ടി ജീവിച്ചു. ഇപ്പം മകൾ വേറൊരുത്തനെ കഴിയാൻ നമുക്ക് പറ്റിയതല്ല. ഞാൻ എന്താണ് അപ്പം പറ്റിയ കല്യാണം തന്നെ. അവന് നല്ലൊരു ജോലിയുണ്ട്, ഞാൻ കേട്ടെടുത്തോളാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പറ്റുന്നില്ല. അത് നമ്മുടെ ജാതി വ്യവസ്ഥിതി, നമ്മുടെ സമൂഹം വന്ന് നിൽക്കുന്നതിൻ്റെ ഒരു അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കെട്ടിച്ചു കൊടുത്താലേ പെണ്ണിറങ്ങി പോവും. പിന്നെ അവള് പോയി അവൻ്റെ കൂടെ ക്ലബിലും ഹോട്ടലിലൊന്നും പോയിട്ടല്ലല്ലോ വിളിച്ചത്. അവനോട് ഇഷ്ടമാണ്. അമ്മ, ഈ കല്യാണം കഴിയുന്നില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല, ഞാൻ വേറെ കല്യാണം കഴിക്കുന്നില്ല. ഇനി കല്യാണം കഴിച്ചില്ലെങ്കിൽ അവനെ ഏതെങ്കിലും എന്നെ വിട്ടിട്ട് ഈ കല്യാണം കഴിച്ചാൽ അന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു പുരുഷനോടൊത്ത് ജീവിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുമെന്ന് അവൻ പറഞ്ഞത്രേ, അവൾ പറഞ്ഞത്രേ. നമ്മളിവിടെ എന്തു പറയണം ഇല്ലേ? മറ്റേ ആൺകുട്ടി, ആ സ്കൂളിൽ പഠിച്ച ആൺകുട്ടി പറഞ്ഞു, 2 അച്ഛനമ്മമാർ തമ്മിൽ അടിയുണ്ടാകുവാണ്. ഈ കുട്ടി നിശബ്ദനായി നോക്കിയിരിക്കും. അവൻ്റെ മാനസികാവസ്ഥ, അവന് പഠിക്കാൻ പറ്റണില്ല. അവന് സമൂഹത്തോട് വെറുപ്പ്, ലോകത്തോട് വെറുപ്പ് വരുന്നു. അച്ഛനും അമ്മയും തമ്മിൽ ലേശം മദ്യപിക്കുന്ന അച്ഛനും അമ്മയും തമ്മിൽ സ്വത്തിൻ്റെ പേരിലും പണത്തിൻ്റെ പേരിലും സൗഹൃദങ്ങളുടെ പേരിലും വഴക്ക് കൂടുമ്പോൾ ആ നിശബ്ദമായിരിക്കുന്ന കുട്ടിയുടെ മനസ്സിൽ സഹോദരി പേടിച്ച് മൂലയിൽ പോയി നിൽക്കും. ഈ മകൻ ഇങ്ങനെ കേട്ട് അവൻ്റെ മനസ്സ് മരവിച്ച് അവന് അച്ഛനോട് വെറുപ്പ്, അമ്മയോട് വെറുപ്പ്, സമൂഹത്തോട് വെറുപ്പ്, പഠിപ്പിക്കുന്ന സാറിനോട് വെറുപ്പ്, കുട്ടികളോട് വെറുപ്പ്. അവൻ മിടുക്കനായി പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ക്ലാസ്സിൽ മോശമായപ്പോൾ അവൻ അങ്ങോട്ടാണ് പോവുക. അപ്പോഴാണ് നമ്മൾ ഈ 13 വയസ്സുകാരിയുടെ ഒരു കൊലപാതകം ചെയ്തപ്പോൾ അവളെ അച്ഛൻ അവളെ സൃഷ്ടിച്ചിട്ട് ഉപേക്ഷിച്ച് പോവുകയും അമ്മ വിദേശത്ത് പോവുകയും അമ്മ വല്ലപ്പോഴും മാത്രം നാട്ടിലേക്ക് വരികയും അപ്പോൾ പോലും സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുകയും ഈ മരണപ്പെട്ടു പോയ ചെട്ടിയാറെ വീട്ടിൽ താമസിപ്പിക്കുകയും അയാൾ മോശമായി പെരുമാറുന്നൊരു സാഹചര്യവും അവൾ വ്യക്തിത്വം ഉണ്ടായിരുന്നു. അവിടെ തൻ്റെ ശരീരത്തിൽ തനിക്കിഷ്ടമില്ലാത്ത ഒരുത്തൻ തൊടുന്നത് ഇഷ്ടമെല്ലാം തോന്നിയതുകൊണ്ടായിരിക്കും അവളെ കൊല്ലാൻ തീരുമാനിച്ചത്. തീരുമാനിക്കാൻ മാത്രമല്ല, കൊല്ലുന്നത് മൊബൈലിലൂടെ അവൾ കാണിച്ചു കൊടുത്ത് അവൾ തൃപ്തി നേടി. അവളുടെ മാനസികാവസ്ഥ എന്താണ്? അവൾ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന അവസ്ഥയിലെത്തി, അവർ രാസലഹരി ഉപയോഗിക്കുന്ന അവസ്ഥയിലെത്തി, മദ്യപിക്കുന്ന അവസ്ഥയിലെത്തി അല്ലേ? ഒരു കൊലപാതകത്തിൽ പ്രതിയായി ജീവിതം താറുമാറാവുന്ന കേരളത്തിൻ്റെ അവസ്ഥ. കുട്ടികൾ ദൈവത്തിൻ്റെ അവതാര പുരുഷന്മാരാണ്, അവതാരമാണെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ മുമ്പിൽ കുട്ടികൾ ചെകുത്താന്മാരുടെ സന്തതികളായിട്ട് മാറുന്ന ഭീകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് സന്താനങ്ങളില്ല സ്വാമി എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ഉത്തമമായിട്ടുള്ള ജീവിതം നയിക്കണമെന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നിങ്ങൾക്ക് സന്താനം തങ്ങളെ തന്നില്ല, നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. കുട്ടികൾക്ക് മാതാപിതാക്കളോട് സ്നേഹമില്ല, സഹോദര സ്നേഹമില്ല, സഹോദരങ്ങളോട് സ്നേഹമുള്ള ഈ അടുത്ത കാലത്ത് ഒരു കുടുംബത്തിലെ ഒരു സഹോദരി, അവിടെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി. ആ സഹോദരിക്ക് സഹോദരന്മാരോട് 4 സഹോദരന്മാരുണ്ട്. അവൾ വിവാഹം കഴിയുന്നതുവരെ, അവൾക്ക് സന്താനങ്ങൾ ജനിക്കുന്നവരെ ആ സഹോദരന്മാരോട് സ്നേഹത്തോടെ പെരുമാറി. അമ്മയുടെ കാലം കഴിഞ്ഞപ്പോൾ അമ്മയുടെ സ്ഥാനം ഏറ്റെടുത്തു. പക്ഷേ കുറേ കഴിഞ്ഞ് അവളുടെ ഭർത്താവ് മദ്യപാനിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സ്വത്തിനോടും പണത്തിനോടും ഭ്രമമുണ്ടായിട്ടുണ്ട്. 4 സഹോദരന്മാരുടെയും സ്വത്തുക്കൾ അവൾ അപഹരിച്ചെടുത്തു എന്നുള്ളതാണ്. അതിലൊരു പയ്യൻ ആത്മഹത്യ ചെയ്തു. രണ്ടാമത്തവന് ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് വെടിഞ്ഞ് സന്യാസ ജീവിതം നയിച്ചു. ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് അറിഞ്ഞു അവർക്ക് മാരകമായ ക്യാൻസർ രോഗം വന്നിട്ട് സംസാരിക്കാൻ പറ്റാത്ത വിധം നാക്ക് മുറിഞ്ഞു കളയുന്ന അവസ്ഥ വന്നു. എത്രയോ നല്ല മനുഷ്യരുടെ നാവിൽ രോഗം വരുന്നു, നല്ല ഒരു തെറ്റും ചെയ്യാത്തവർക്ക്. പക്ഷേ ഈ സ്ത്രീ സ്വന്തം അമ്മയെ ഏറ്റവും മോശപ്പെട്ട പദം ഒരിക്കൽ ഉപയോഗിച്ചു എന്ന് അടുത്തുള്ള അമ്മ മരിക്കുന്നതിന് മുമ്പ് അത്രയും മോശമായിട്ടുള്ള സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ടുള്ള ആ മോശമായിട്ടുള്ള അവസ്ഥ എല്ലാവർക്കുമായിട്ട് അമ്മയ്ക്ക് വേണം, വീതം വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വത്ത് ആർക്കും കൊടുക്കാൻ പറ്റില്ല, അതെനിക്ക് തന്നെ വേണം, എനിക്കും എൻ്റെ കുട്ടികൾക്കും ഭർത്താവിനും വേണമെന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ മാനസിക അവസ്ഥ എന്താണ്? അമ്മ എന്ന് വിളിച്ച നാവ് കൊണ്ട് ആ എന്ന അക്ഷരം പോലും പറയാത്ത വിധം നാവിൽ ഭക്ഷണം കഴിച്ചാൽ രുചി അറിയാത്ത, നാവിലേക്ക് ഭക്ഷണം എടുക്കാൻ വയ്ക്കാത്ത അവസ്ഥയിലേക്ക് അവർ മൃത്യു എന്ന് പറയുന്ന ശാന്തമായ അവസ്ഥ. മൃത്യു ശാന്തമായ അവസ്ഥയാണ് മൃത്യുവിലുള്ളത്. ആ ഒരു ഭീകരാവസ്ഥയിലേക്ക് പോയി. അപ്പോൾ ദൈവത്തിനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഈശ്വരനെ ഒരുപാട് എടുത്താൽ ഈശ്വരൻ
പരീക്ഷിക്കുമെന്നുള്ളൊരു സത്യം. ഈശ്വരൻ പരീക്ഷണത്തിന് ഇവൻ എങ്ങനെയാണ് പരീക്ഷിക്കുന്നത്? നീ ഉത്തമനാണോ? നിൻ്റെ എത്ര ജന്മം, കഴിഞ്ഞ 3 ജന്മം നീ ഉത്തമനായിട്ട് ജീവിച്ചതാണോ എന്ന് ദൈവം പരീക്ഷിക്കും. ദൈവത്തിൻ്റെ ആ പരീക്ഷണങ്ങളിൽ നീ ജയിച്ചാൽ മാത്രമേ നിനക്ക് മോക്ഷപ്രാപ്തി പൂർണ്ണമായി കിട്ടുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് കുറേ ഭസ്മപ്പുറിയിട്ട് കുറേ തിരുമേനിമാരെ സ്വാമിമാരും ഒക്കെ പറയുന്നത് കേട്ട് കുറേ പരിഹാരങ്ങൾ ചെയ്ത് കുറേ കാശുണ്ടാവുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നീ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഒരു സ്ഥിരമായ സാന്നിധ്യം. വിദേശത്ത് നിന്നൊക്കെ ആൾക്കാർ വിളിക്കും എന്നെ. ഞാൻ ചോദിക്കട്ടെ, വിദേശത്ത് പോയി കുറേ കാലങ്ങൾ അവിടെയൊക്കെ ജീവിച്ചിട്ട് മക്കൾ പിന്നെ വിദേശത്ത് ജീവിക്കുന്ന ഞാൻ ചോദിക്കട്ടെ, വിദേശത്ത് മാത്രമേ ജീവിക്കാൻ പറ്റൂ, എന്താ കേരളത്തിൽ ജീവിക്കാൻ പറ്റൂലേ? വിദേശത്ത് ഇങ്ങോട്ട് വരാൻ പറ്റൂലേ? കുറേ കാലം വിദേശത്ത് ജീവിച്ചു നിങ്ങൾക്ക് സമ്പാദിക്കും. പണ്ടൊക്കെ കാലത്ത് വിദേശത്തൊക്കെ പോയി ഇഷ്ടം പോലെ പണം ഉണ്ടാക്കി ജീവിക്കാം. കാനഡയിൽ നിന്ന് വിളിക്കുന്നവർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ടും കാനഡയിൽ പോകാൻ പൈസ പോയ എത്രയോ പേര് ഇവിടെ ഉണ്ട് അല്ലേ? അവിടെ ഇനിയും അങ്ങോട്ട് വിദേശത്തൊക്കെ പോയി പഠിക്കാനുള്ളതും അവിടെ പോയി ജോലി ചെയ്ത് സ്വയം പഠിക്കാൻ നിൽക്കുന്നവരും ഈ പരിപാടി അങ്ങ് നിർത്തിയേക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിദേശത്ത് റഷ്യയിലും ചൈനയിലും ഒക്കെ പോയി ഡോക്ടറാവാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ ടെസ്റ്റ് ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കൂല എന്ന് ഞാൻ എഴുതി വെച്ച് തരാം. എനിക്കറിയാവുന്ന 10 പേരെങ്കിലും എത്രയോ കാലമായിട്ട് എഴുതുന്നു. പറഞ്ഞാൽ ഡോക്ടറിന് മെഡിസിൻ റഷ്യയിലും അമേരിക്കയിലും പോളണ്ടിലും ഒക്കെ പോയി പഠിക്കാം. നമുക്ക് കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളിലൊക്കെ പോയി ഈ മെഡിസിന് പഠിച്ച മക്കൾ എന്ത് ചെയ്യണു? മക്കൾ മെഡിസിന് പഠിക്കുന്നു. എവിടെയാണ്? വിദേശത്താണ്. വിദേശത്ത് പഠിച്ചിട്ട് ഇവിടെ വന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മെഡിക്കൽ കൂടെ എഴുതി ജയിച്ചില്ലെങ്കിൽ അവർക്ക് അറ്റൻഡറിനേക്കാൾ താഴെയായിട്ട് ജോലി ചെയ്യേണ്ടി വരും. ഈ അടുത്ത കാലത്ത് ഒരാൾ കോട്ടൊക്കെ ഇട്ട് നിൽക്കണു. ഞാൻ ചോദിച്ചാൽ അതേ സമയം നമ്മൾ മറ്റേ പരീക്ഷ പാസ്സായില്ല, അതുകൊണ്ട് ഞാൻ മരുന്നെടുത്ത് കൊടുത്താൽ നിൽക്കുക എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ കണ്ടു ഇല്ലേ? ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വിദേശത്തോട്ട് പഠിപ്പിച്ചാൽ ഒരു കാര്യമില്ല. ഇവിടെ ടെസ്റ്റ് പാസ്സാവണം. പാരസെറ്റമോളൊന്നും എഴുതാൻ അറിയാത്ത ഡോക്ടർമാർ അവിടുന്ന് പഠിച്ചിട്ട് വന്ന് ഇവിടെ അഭ്യാസങ്ങളും അട്ടഹാസങ്ങളും കാണിച്ചപ്പോഴാണ് ഗവൺമെൻറ് ശക്തമായ തീരുമാനമെടുത്തുകൊണ്ട് വിദേശത്ത് വിട്ട് മെഡിസിന് പഠിപ്പിക്കാൻ നിന്നാൽ ഇവിടെ തിരിച്ചു വരുമ്പോൾ കടം മേടിച്ച് കടത്തിണ്ണയിലായ ഒരുപാട് പേരുണ്ട്. മക്കളെ വിദേശത്ത് പഠിപ്പിച്ച് വിദേശത്ത് തന്നെ മക്കൾ പഠിച്ച് അവിടെ ആരെങ്കിലും കൂടെ കല്യാണം കഴിച്ച് അവിടെ ജീവിച്ചിട്ട് മാതാപിതാക്കൾ കടത്തിണ്ണയിൽ കിടന്ന് മരിച്ച ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മുമ്പിൽ നിരന്ന് നിൽക്കുകയാണ്. എല്ലാം ഞാൻ പറയുന്നില്ല. വന്നു ചേരുന്ന ഓരോ അനുഭവങ്ങളും ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്. ഒരു നായ ഒരുത്തനെ ഓടിച്ചുകൊണ്ടിരുന്ന സ്വപ്നം കാണും. നായ ഓടിക്കുകയാണ്. ഞാൻ ചോദിച്ചു എന്നും കാണും സ്വാമി. ഉറങ്ങി ഞാൻ എത്ര മണിക്കാണ്? 2 മണിയാകുമ്പോൾ ഒരു പട്ടി എന്നെ ഓടിക്കും. ഞാൻ എങ്ങനത്തെ പട്ടിയാണ്? അത് എല്ലാം തോലുമായ ഒരു പട്ടിയാണ് സ്വാമി. അപ്പം നിങ്ങൾ എന്തിനാണ് ഓടുന്നത്? നിങ്ങളവിടെ നിൽക്കാത്തത്? ഇല്ല സ്വാമി, ഞാൻ ഓടുന്നതാണ് സ്വപ്നം. എനിക്ക് ഈ പട്ടിയുടെ ഈ കുരയും ഈ ബഹളമൊക്കെ കേട്ട് എനിക്കിപ്പോൾ സാധാരണ പോലും വെളിയിറങ്ങിയ ഒരു പട്ടിയെ കണ്ടാൽ എനിക്ക് പേടിയാണ്. അപ്പം ഞാൻ വെച്ചു നിങ്ങൾക്ക് എന്താണ് ബിസിനസ്? അപ്പോൾ പുള്ളി അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹോട്ടൽ ബിസിനസ്സിൻ്റെ കാര്യം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ഹോട്ടൽ നിന്നു പോകുമെന്ന് മാത്രമല്ല അതികഠിനമായ ദാരിദ്ര്യം അനുഭവിക്കേണ്ട ഒരു സ്വപ്നമാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളി പറയുന്നത് സ്വാമി, നമ്മുടെ കടയുടെ പുറകിൽ നായ്ക്കൾ വന്ന് ആഹാരം വരുന്ന എച്ചിലില ഇടുമ്പോൾ ആ എച്ചിലിലയിൽ വേണ്ടി കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞാനൊരു വലിയ കമ്പി എടുത്തുകൊണ്ട് ഒരെണ്ണത്തിന് ഒരൊറ്റ അടി കൊടുത്തു. അത് അവിടെ തന്നെ പിടഞ്ഞ് വീണ് ചത്തു. അതിനുശേഷമാണ് സ്വാമി ഈ പട്ടിയെ ഇങ്ങനെ കാണുന്നത്, നായ്ക്കളെ ഇങ്ങനെ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എച്ചിലിലകൾ നക്കി വിശപ്പടക്കാൻ വേണ്ടിയിട്ട് കലിപില കൂടുന്ന നായ്ക്കൾ ഒന്നിനെ അടിച്ചു കൊന്നപ്പോൾ അവൻ്റെ കട പൂട്ടേണ്ടി വരുന്നു എന്ന് മാത്രമല്ല, ഉറക്കത്തിലൊരു നായ ഓടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ട് നിത്യമായ ദാരിദ്ര്യത്തിലേക്ക് അയാൾ പോകും എന്നുള്ളൊരു ഫലം കൂടെ ഞാൻ പറഞ്ഞു കൊടുത്തു. എന്തായാലും ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്ര ഓണക്കാലമാണ്. ഭരണി നക്ഷത്ര രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ വരുന്ന പൂർവ്വജന്മത്തിലെ രോഗദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള തൊലികൾക്ക് സ്കിന്നിന് പ്രശ്നമുണ്ടാകുക, സംഘർഷങ്ങൾ ഉണ്ടാകുക, ഇതെല്ലാം എല്ലാ രോഗങ്ങൾക്കും ഉള്ളതാണെങ്കിൽ പോലും നമ്മളെ തലയ്ക്ക് പരിപ്പുണ്ടാകുകയും നട്ടലിന് ക്ഷതമുണ്ടാകുകയും ഉണ്ടാകാതെയും നോക്കണം ഭരണി നക്ഷത്രക്കാർ. ചിങ്ങമാസത്തിൽ ഗ്രഹനിലകളിൽ നല്ലതായിട്ടൊരു ജ്യോതിഷനെ കൊണ്ട് പരിശോധിച്ചതിന് ശേഷം ജ്യോതിഷ പണ്ഡിതന്മാർ പറയുന്ന ചില പരിഹാരങ്ങളും കൂടെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധം കടന്നു കയറാം എന്നുള്ളതേ ഉള്ളൂ. ധരണി പോലെയാണ്. പക്ഷേ ഭരണി നക്ഷത്രക്കാർക്ക് ശ്വാസകോശ സംബന്ധമായതും രക്തസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യമുള്ളത് പ്രമേഹമുള്ളവർ വളരെ ശ്രദ്ധിക്കണം. രക്തദൂഷ്യങ്ങൾ ഉണ്ടാകുക, രക്തത്തിൽ ദോഷങ്ങൾ ഉണ്ടാകുക, ഈ കഴുത്തിന് മുകളിലുള്ള രോഗാവസ്ഥകളും ഉദരവും ഒന്ന് ശ്രദ്ധിച്ചാൽ ഉദര രോഗങ്ങൾ. അപ്പോൾ ചിക്കനൊക്കെ കഴിക്കുന്നതൊന്ന് തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തിവെക്കണം. ഒരു 15 ദിവസത്തേക്ക് ചിക്കൻ ഭക്ഷണം നിർത്തിവെക്കാം. ഇല്ലെങ്കിൽ അതിൽ
ഭാരം കൂടാനായിട്ട് കുത്തിവെക്കുന്ന ഒരു മെഡിസിൻ ഉണ്ട്. അത് നമ്മുടെ ഉദരത്തിനെ തകർത്ത് കളയും, അത് പിന്നീട് ദോഷമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് ഓണാശംസകൾ ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് ഭയക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.